അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് വൈകുന്നേരം വീട്ടിലോട്ടൊന്ന് വച്ചുവിടാമെന്ന് വിചാരിച്ചു. പിന്നെ ഒന്നും നോക്കിയില്ല, പറപ്പിച്ചു കേട്ടോ വീട്ടിൽ. പ്രത്യേകിച്ച് അത്യാവശ്യങ്ങളൊന്നുമില്ല, എന്നാലും അങ്ങനെ ഇന്ന് പോകാമെന്ന് വിചാരിച്ചു. നേരെ ചെന്നതിൻ്റെ മൾബറിയുടെ അടുത്താണ്. ചെന്നപ്പോഴത്തേക്കും നിറച്ച് കാബടിച്ച് നിൽപ്പുണ്ട്. പക്ഷെ അതൊന്നും ഇപ്പം കഴിക്കാൻ പരുവത്തിനല്ല. ചെറിയൊരു പുളിപ്പ് കാണും അത് പറിച്ചാൽ. അത് ചുമന്ന് നിൽക്കുന്നതേ ഉള്ളൂ. നാളെ ആകുമ്പോഴേ നല്ല ബ്ലാക്ക് ആവുള്ളൂ. എന്തായാലും കൊതി തോന്നിയിട്ട് ഞാൻ ഒരെണ്ണം പൊട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതും തിന്നിട്ട് അകത്തോട്ട് കയറിയപ്പോഴത്തേക്കും അമ്മ ദാണ്ടെ ഒരു ബൗൾ നിറച്ച് പറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വരുമെന്നൊന്നും പ്രതീക്ഷിച്ചല്ല, പക്ഷെ എന്തോ അമ്മ എനിക്ക് പറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കിത് കണ്ട് ഭയങ്കര സന്തോഷമായിട്ടോ. ഞാൻ ഒറ്റ ഇരിപ്പിൽ തന്നെ അതിൻ്റെ മുക്കാൽ ഭാഗവും തിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചോറ്, നല്ല മീൻ പൊരിച്ചതും ബീഫ് വരട്ടിയതൊക്കെ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞപ്പോഴത്തേക്കും എങ്ങനെ തിന്നാതിരിക്കും. അപ്പോൾ അതും തിന്നു. ഒരു പ്ലേറ്റ് അവിടെ ഇരുന്നുണ്ട്. വീട്ടിൽ എപ്പോൾ വന്നാലും എനിക്ക് മൊത്തം ഇങ്ങനെ അരിച്ചു പറക്കണം. അടുക്കളയിലും പ്രത്യേകിച്ച് എൻ്റെ റൂം, പിന്നെ ഹാള്, എന്തെങ്കിലും ചെറിയൊരു പുതിയൊരു സാധനം വാങ്ങിച്ചു, എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വന്നോ, ചെടിയിൽ പുതിയ പൂ വന്നോ, അതൊക്കെ എനിക്ക് ഭയങ്കര ഇങ്ങനെ നോട്ടീസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എല്ലാം പരിപാടികളൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഇലക്ഷൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ചൊക്കെ അവിടെ ഇരുന്നിട്ട് പോവാനായിട്ട് ഇറങ്ങി. പോവാൻ നേരമായപ്പോൾ ഒരു ഉപ്പിലിട്ട നെല്ലിക്ക കൂടെ തിന്നാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അധികം നേരം ഒരുപാട് രാത്രിയാവുന്നവരെ അവിടെ നിന്നില്ല, തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ.